ഹായ് ദോസ്തോ, ഉണ്ണിനെ സ്കൂളിൽ വിട്ടിട്ട് വരുന്ന വഴിക്ക് ഞാൻ വിചാരിച്ചു വീട്ടിലേതായാലും ഒറ്റയ്ക്ക് ഇരിക്കുക, എന്തെങ്കിലും ഇന്ന് നമ്മുടെ ചാനലിൽ എന്തെങ്കിലും വ്ളോഗോ വീഡിയോസോ ഇടാമെന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് വരുന്ന വഴിക്ക് കിട്ടി എൻ്റെ നാത്ത് കിട്ടി വഴിയിൽ കിട്ടി. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് നമുക്കൊരു ഫുഡ് പ്രിപ്പറേഷൻ ചെയ്യാമെന്ന്. സോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? മുരിങ്ങയ്ക്ക തീയല്. അവൾക്ക് പറയാൻ അറിയത്തില്ല, തൃശ്ശൂർകാരിയല്ല, എന്ത് ചെയ്യാനാ. അപ്പോൾ ഇന്നത്തെ പ്രിപ്പറേഷൻസ് എന്ന് വെച്ചാൽ മുരിങ്ങയ്ക്ക തീയൽ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നാൽ വീട്ടിൽ ചെന്നിട്ട് ബാക്കി വ്ളോഗ്. പല്ലിയുടെ ഗുളിക കഴിച്ചു കഴിഞ്ഞു. എന്നിട്ട് വേണം എന്ത് തീയല്, എന്ത് ചേച്ചി ഇങ്ങനെ വീഴണം എനിക്കെന്താ പോലെ. അയ്യോ, എന്ത് തീയലാന്നറിയോ? മുരിങ്ങക്കായ തീയല്. സെറ്റാക്കാം. അപ്പൊ നമ്മൾ എന്തിട്ടുണ്ടാക്കാൻ പോണേ? നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയ്ക്ക തീയൽ. മുരിങ്ങയ്ക്ക തീയല് എനിക്കറിയാൻ പാടില്ലാട്ടോ. മുരിങ്ങയ്ക്ക തീയൽ എന്നിട്ടാണ് ഉണ്ടാക്കി. എന്നിട്ട് കാണാം. ചേച്ചി എന്നിട്ടാ അവിടെയാണോ മുരിങ്ങയ്ക്ക തീയൽ എന്ന് പറയാ? ആലപ്പുഴയില്. ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മളുള്ളത് തൃശ്ശൂര്. ഓക്കെ, ഇവിടെ മുരിങ്ങയ്ക്ക തീയൽ എന്നൊന്നും പറയില്ല. ഇതിനെന്തൊക്കെയാ വേണ്ടേ? ഇതിന് വേണ്ടത് ആദ്യം നമ്മൾ മുരിങ്ങയ്ക്കയും സവോളയും പച്ചമുളകൊക്കെ ഇട്ട് വേവിക്കാൻ വെക്കും. ഓക്കെ, എന്നിട്ട് വെയിറ്റ്, ഞാനിതൊന്ന് ചെയ്തോട്ടെ. അയ്യോ, പോയി കയ്യിൽ പോയി. ഞാൻ എന്തൊക്കെ ഐറ്റംസ് അപ്പീൽ എന്തൊക്കെ ആഡ് ചെയ്ത ചേച്ചി? ഇപ്പൊ എന്താ ചെയ്തേ? നമ്മൾ ഇതിലിപ്പം മുരിങ്ങയ്ക്കയും സവോളയും ടൊമാറ്റോ പച്ചമുളക് കഴിഞ്ഞ് വേവിക്കാൻ വെച്ചു. അതിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഉപ്പ് ഇട്ട് ജസ്റ്റ് ഒന്ന് വേവിക്കാൻ വെക്കാം. ഓക്കെ ഓക്കെ. പിന്നെ ഇത് വെന്തതിന് ശേഷം ബാക്കി. യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് വെന്തിട്ട് വരാം. ഓക്കെ, കുറച്ച് പുളി എടുത്ത് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പൊ നമ്മള് എന്താ വേവാൻ വെച്ചിരിക്കണേ? മുരിങ്ങയ്ക്ക തീയൽ. മുരിങ്ങക്ക തീയല് നമ്മള് വേവാൻ വെച്ചിട്ടിരിക്കുന്നുണ്ട്. അപ്പം അതിന്റെ ഇടയിൽ ചേച്ചി സ്പെഷ്യൽ ആയിട്ട് എനിക്ക് എന്താ ഇത്? എന്താ? കപ്പ കുഴച്ചത്. കപ്പ കുഴച്ചത്. കണ്ട ഇതൊക്കെ ആലപ്പുഴ സ്പെഷ്യലാണ് അല്ലേ? അതെ അതെ. എങ്ങനുണ്ട്? ടേസ്റ്റി ഉണ്ടാ? നമ്മളവിടെ ഇങ്ങനെയല്ല ഉണ്ടാക്കോ? എന്നാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് തേങ്ങ ചെരുവി വെച്ച് തേങ്ങേനെ വറുക്കണം. ഓക്കെ, അപ്പൊ അതിന്റെ ഇടയിൽ നമ്മുടെ ചേട്ടൻ കോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ കാണിച്ചരാ. ഉണ്ടല്ലോ കേട്ടാ. ആരാന്ന് മനസ്സിലായിട്ടില്ല കേട്ടാ. ആരാ? അതെങ്ങനെ മനസ്സിലായി? ഇനി നമുക്ക് തേങ്ങ വറുക്കാൻ വേണ്ടി വെക്കാം. ചെറിയ തീയിൽ നമുക്ക് വേണം വറുക്കാനേ, അല്ലെങ്കിൽ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകും. ക്ഷമയോടെ ഉണ്ടാക്കുന്ന കറിയായത്.
ഇച്ചിരൂടെ ഡാർക്ക് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് ഇങ്ങനെ മൂപ്പിച്ചെടുക്കണം. എന്താ മമ്മി ഈ കറി ഉണ്ടാക്കാറുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല എങ്ങനെ ഉണ്ടാക്കുന്നേ. പഠിച്ചു. അപ്പോൾ മമ്മി ഉണ്ടാക്കുന്ന കറി സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഇതെങ്ങനെ ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന സമയത്തൊക്കെ മമ്മീനെ വിളിച്ച് പറയാറുണ്ടായിരുന്നു, എനിക്ക് ഈ കറി വേണം, ഒന്നും ഉണ്ടാക്കി തരുമോ എന്നൊക്കെ. മമ്മി ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം മമ്മി ഇല്ലാത്തതുകൊണ്ട് ആ മിസ്സിങ് ഉണ്ട്. അപ്പോൾ ഈ ലെവൽ വരെ ആവണം നമ്മുടെ തേങ്ങ. ഓക്കെ, അത് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി 2 സ്പൂൺ, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ കുറച്ച് ഉലുവപ്പൊടി കൂടി. ഓക്കെ, നമ്മൾ തീ ഓഫാക്കിയിട്ടാണ് ഈ മസാലകൾ ഇടുന്നത്, ബിക്കോസ് അല്ലെങ്കിൽ മസാല എല്ലാം കരിഞ്ഞു പോവും. അതുപോലെ ഇവിടെ മുരിങ്ങയ്ക്ക വെള്ളം വറ്റി ഇങ്ങനെ ഗ്യാസ് ഓഫാക്കി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് നമുക്ക് ഇതും കൂടി ആറാൻ വെക്കാം. എന്നിട്ട് ഇത് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം. ആ നേരം കൊണ്ട് നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകി സെറ്റാക്കി വെക്കാം. ആ നേരം കൊണ്ട് നമുക്ക് പാത്രം കഴുകി വൃത്തിയാക്കി വാഷ് ബേസിൻ ക്ലിയർ ആക്കി വെക്കാം. അങ്ങനെ ചൂടാറി നമ്മൾ മിക്സി ജാറിലോട്ട് ഇത് ട്രാൻസ്ഫർ ചെയ്യാം. ഇത് അരകല്ലില്ലേ നമ്മളിങ്ങനെ അരയ്ക്കുന്നത്, അതിൽ അരയ്ക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് അതിനകത്ത്. അപ്പം മിക്സി നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് മിക്സിയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. വെള്ളം ചേർക്കാതെ, വെള്ളം മീൻസ് അധികം വെള്ളം ചേർക്കാതെ ഫൈൻ പേസ്റ്റ് വരെ അരച്ച് നമുക്ക് എടുക്കാം കേട്ടോ. ഇച്ചിരി വെള്ളം ഒഴിക്കണം. ഇങ്ങനെ പേസ്റ്റ് ആവണം കേട്ടോ. ഗ്യാസ് ഓൺ ആക്കാം. എന്നിട്ട് ഇപ്പം നമ്മൾ അരച്ച പേസ്റ്റ് ഇല്ലേ, അത് ഇതിനകത്ത് ഇടാം. എന്നിട്ട് ഇച്ചിരി വെള്ളം അതിനുള്ള മസാല കൂടി എടുത്ത് ഇടാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കാം. ഇങ്ങനെ ആവണം. നമ്മൾ എടുത്ത് വെച്ച പുളി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പുളിവെള്ളം നമുക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് ഈ പുളിവെള്ളം കൂടി നമുക്കിതിൽ ചേർക്കാം. ഇത്തിരി പുളി കഴിക്കുന്ന ആൾക്കാർ അതിൻ്റെ അക്കോർഡിങ് ചേർത്താൽ മതി. എനിക്ക് പുളി ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണ് ചേർക്കുന്നത്. ഓക്കെ, ഈ പരുവം ആവണം. എന്നിട്ട് നമുക്ക് ഇത് തിളയ്ക്കാൻ വെക്കാം കുറച്ച് നേരം. ആ വെള്ളം ഒന്ന് ഇച്ചിരിയും കൂടി വറ്റണം. പിന്നെ ഞാൻ പറയുന്ന മലയാളം മനസ്സിലാവുന്നുണ്ടോ ഇല്ലെന്ന് കമൻറ്റ് പറയണേ. നമുക്ക് ഇത് ഇനി ഇച്ചിരി ഉപ്പ് വേണോ ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഉപ്പ് നോക്കണം. ചൂടില്ല. ഓക്കെ, ഉണ്ട്. നമുക്ക് കരിവേപ്പില പറിച്ചിട്ട് വരാം. കരിവേപ്പില നമ്മുടെ പറമ്പല്ല കേട്ടോ, വേറെ വീട്ടിലെ പറമ്പാണ്. പറയൊന്നുമില്ല. കരിവേപ്പില നമ്മുടെ പറമ്പല്ല കേട്ടോ, വേറെ വീട്ടിലെ പറമ്പാണ്. പറയൊന്നുമില്ല. കുറച്ച് അടുക്കായി നമ്മുടെ എനിക്ക് എൻ്റെ എന്താ പറയുക സ്റ്റൗവേ
ക്ലീൻ ആയിരിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ. നിങ്ങളും അതുപോലെ ആയിരിക്കുന്ന വിശ്വസിക്കുന്നു അല്ലേ? അതെ അല്ലേ? അതെ. ചേച്ചി ഇത്രയും നാള് വളർന്നതും സംഭവം എവിടെയാണെന്ന് പറഞ്ഞു കൊടുത്തത്. ഞാൻ ആക്ച്വലി അല്ല, അവര് വിചാരിക്കുന്ന നേരത്തെ ആലപ്പുഴയിലെ ഡിഷ് ഉണ്ടാക്കണം വെച്ചാൽ ആലപ്പുഴ ആയിരിക്കും ജനിച്ചതും വളർന്നതും ഒക്കെ. ഞാൻ ജനിച്ചത് നാട്ടില് ആലപ്പുഴയിലാണ്. പക്ഷെ എൻ്റെ ബോട്ടപ്പ് എല്ലാം ഛത്തീസ്ഗഡ് ആയിട്ടുള്ള. സോ എൻ്റെ മലയാളം സ്ലാങ് വരുന്ന ഡിഫറെൻ്റ്. വീട്ടിൽ മലയാളമൊക്കെ സംസാരിക്കും, ബട്ട് മോർ ഹിന്ദിയാണ് പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളുടെ കറിക്ക് തിള വന്നു. കുറച്ചുകൂടി വന്നിട്ട് നമുക്കിത് സ്റ്റോപ്പ് ആക്കാം. പിന്നെ ലാസ്റ്റ് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. ദെൻ അവർ മുരിങ്ങയ്ക്ക തീയൽ ഗെറ്റ് റെഡി. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് കടുക് പൊട്ടിച്ച് കറിക്കകത്ത് ഇടാം. ഇച്ചിരി വെളിച്ചെണ്ണ എടുക്കണേ, ബിക്കോസ് വെളിച്ചെണ്ണയിൽ പ്രത്യേക ടേസ്റ്റാണ്. സൺഫ്ലവർ ഓയിൽ എടുക്കണ്ട, ഇച്ചിരിയല്ലേ എടുക്കുന്നുള്ളൂ, അപ്പോൾ വെളിച്ചെണ്ണ മതി. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് കടുക് താളിക്കാം. കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് കടുകും വറ്റൽമുളകും കരിവേപ്പില ഇട്ട് താളിക്കാം. വെളിച്ചെണ്ണ എടുക്കണം, അല്ലാതെ എണ്ണ എടുക്കല്ലേ. അല്ലാതെ സൺഫ്ലവർ ഓയിൽ എടുക്കല്ലേ. പൊട്ടിത്തെറിക്കും. അപ്പൊ ഞാൻ മാറട്ടെ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അങ്ങനെ ഇത് മൂത്തു. അങ്ങനെ ഞങ്ങളുടെ ടേസ്റ്റി മുരിങ്ങയ്ക്ക റെഡി. മുരിങ്ങയ്ക്ക തീയല്. തീയല്. മുരിങ്ങയ്ക്ക തീയൽ റെഡി. എങ്ങനെയുണ്ട്? കണ്ടിട്ട് അടിപൊളിയും വെച്ചിട്ട് ബാക്കി പറയാം. ഇറ്റ്സ് ടേസ്റ്റിംഗ് ടൈം. എങ്ങനെയുണ്ട്? പുളി ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല ഇഷ്ടവും. അതെ, അച്ഛമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പും പുളിയും ഒക്കെ അല്ലേ? നല്ല ഓക്കെയാ. ഇഷ്ടാവോ? അടിപൊളി. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തോ, എന്നിട്ട് പോയി. ഈ കറി ഞാൻ എൻ്റെ അടുത്തുള്ള നെയ്ബർ ചേച്ചി, സ്വന്തം ചേച്ചി, അവർക്ക് കൊടുത്തിട്ട് വരാം. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടേസ്റ്റ് സൂപ്പർ സൂപ്പർ. ഇനി ഞങ്ങളുടെ അടുത്ത പരിപാടി മുട്ട വറുത്തത്. അത് പറഞ്ഞതിൻ്റെ ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. കൊച്ചു പിള്ളേർ വരെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ മുട്ട വറുക്കാൻ പോവാണ്. അതിൽ ഞങ്ങൾ ആലപ്പുഴക്കാർ തേങ്ങ പീരയൊക്കെ ഇട്ട് ഇച്ചിരി പൊലിമ കിട്ടാൻ വേണ്ടി നമ്മൾ ചേർക്കാറുണ്ട്. ഇപ്പം എൻ്റെ അനീത്തി പറയുന്നു, അനീത്തി മീൻസ് നാത്തു, ഇവിടുത്തെക്കാര് തേങ്ങ ചേർക്കാറില്ലെന്ന്. അപ്പം എനിക്ക് ഷോക്കായി. സോ ഞാനിത് ചേർക്കുവാണ്. ചേർത്തിട്ട് എങ്ങനെ വറക്കുന്നതെന്നും കൂടി കാണിച്ചു തരാവേ. അപ്പോൾ ഗൈസ്, നമ്മൾ വീണ്ടും വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. തീരാറായി എണ്ണ, അതുകൊണ്ടാണ് എടുത്തത്. അങ്ങനെ പറയണോ? പറഞ്ഞോ, കാണട്ടെ. അപ്പുറത്ത് വേറെ കുപ്പിണ്ടാ. സോ
പാടാക്കാൻ പാടില്ല. മുട്ട പാടാക്കാനല്ല, പാടാക്കാൻ പാടല്ല പാഴാക്കാൻ. പാഴാക്കാൻ പാടില്ല. മുട്ട പാഴാക്കാൻ ഈസ് വെരി എക്സ്പെൻസീവ് ഗൈസ്. ഒരു മുട്ടയ്ക്ക് 7 രൂപയോ 6 രൂപയോ അങ്ങനെ കണ്ട. അങ്ങനെ ഞങ്ങളുടെ ലഞ്ച് പ്രിപ്പയർ ആയിട്ടുണ്ട്. ചോറ്, മുരിങ്ങയ്ക്ക തീയൽ. ഇത് ഞാൻ ഇന്നലെ ബോട്ടിൽ ഗാർഡ് എന്ന് പറയും, അതിൻ്റെ മെഴുക്ക് പുരട്ടി, മുട്ട വറുത്തത്, പപ്പടം. ഇന്നത്തെ ലഞ്ച് റെഡി. അവേ എനിക്കിഷ്ടായി. അതിന് നീ കഴിച്ചില്ലല്ലോ. ഞാൻ കഴിച്ചതേ ഒന്നുകൂടി കഴിക്ക്. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയട്ടെ, അപ്പോൾ അവർ ഉണ്ടാക്കി നോക്കുമ്പോൾ അറിയാലോ. ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് ഈ കറി കഴിക്കണം. എന്താ പറയാ, ഈ തേങ്ങ ഇട്ടിട്ട് ഇത് ഞാൻ ഇത് കഴിക്കാൻ കഴിച്ചില്ല. തേങ്ങ വറുത്തിട്ട് ഇട്ടിട്ട് ഞാൻ കഴിച്ചിട്ടില്ല. അല്ലാണ്ട് നമ്മളിവിടെ പരിപ്പും മുരിങ്ങക്കായും വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ട് കഴിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്, ഇഷ്ടമായി. നീ ഇപ്പം മുട്ടം കൂടി കഴിച്ചോ? മുട്ട സ്പെഷ്യൽ. ഓക്കെ, ഇഷ്ടമായി. തേങ്ങയുടെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഗൈസ് ഞങ്ങൾ കഴിച്ചിട്ട് വരാം. നിങ്ങളും പോയി കഴിച്ചോ? അതെ. അപ്പോൾ നമുക്ക് രുദ്രന് വേണ്ടി ചായ പ്രിപ്പയർ ചെയ്യാം. സ്കൂളിൽ നിന്ന് വരാൻ സമയമായിട്ടുണ്ട്. ആരോ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇപ്പോൾ ബെല്ലടിച്ചത് കൊറിയർകാരായിരുന്നു. കുറച്ച് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വന്നിട്ടുണ്ട് ഗൈസ്. ഇതെന്താ സാധനം, അത് നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഗൈസ് വാവയുടെ സീ ഓഫിൻ്റെ ടൈം ആയിട്ടുണ്ട്. വാവേനെ വീട് വിട്ടിട്ട് നമ്മുടെ ഉണ്ണിയുടെ വരുന്ന സമയമായിട്ടുണ്ട്. അപ്പോൾ അവനെ ഇങ്ങോട്ട് വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് വാവേനെ വീട്ടിലെത്തിയിട്ട് നമുക്ക് ഇവിടുത്തെ ഇന്നത്തെ ബ്ലോക്ക് ഇവിടെ ഓഫ് ചെയ്യാം അല്ലേ. അങ്ങനെ രുദ്രു വരുന്നുണ്ട്. നമ്മുടെ ഉണ്ണി എത്തി. അങ്ങനെ ഗൈസ് ഞങ്ങൾ വാവേനെ സീ ഓഫ് ചെയ്യുവാണ്. ഓക്കെ, ബൈ.